ബിന്ദുവേ, നാളെ സ്കൂൾ തുറക്കുമല്ലേ? എല്ലാവരുടെ കൊച്ചുങ്ങൾക്ക് ചെറിയ പൈസയൊക്കെ കൊടുക്ക്. എല്ലാ വർഷവും നമ്മൾ കൊടുക്കുന്നതല്ലേ, കൊടുക്കാതിരിക്കാൻ പറ്റുമോ? ഈ വർഷം എന്നാ കൊടുക്കാനൊന്നും ഒരുങ്ങാത്തോ? ഞാനങ്ങോട്ട് പറയാഞ്ഞിട്ടാണോ? നിങ്ങൾക്കറിയാമല്ലോ എല്ലാ വർഷവും കൊടുക്കുന്നതല്ലേ. ഈ ബിന്ദുവേ, നീ എവിടെയാ? ഞാൻ പറയുന്ന വല്ലതും കേൾക്കുന്നുണ്ടോ? പൈസ വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് പിള്ളേർ നാളെ വരും. എങ്ങനെയാണ് കൊടുക്കാൻ പൈസ? നമ്മൾ ഇവിടുത്തെ പിള്ളേർക്ക് നാളെ സ്കൂൾ തുറക്കില്ല. അങ്ങനെ എവിടുന്ന പൈസ? അതിന് ഇവിടെ റബ്ബർ ഉണങ്ങി ഇരിപ്പുണ്ട്, ഈ വർഷത്തെ കുരുമുളക് ഉണങ്ങി നട്ടുമ്പുറത്ത് ഇരിപ്പുണ്ട്. അതിൻ്റെ അടുത്തും കൂടി വിൽക്കും. അത് വിറ്റാലും നമ്മുടെ പിള്ളേർക്ക് വേണ്ടേ? വില ചോരുന്നുണ്ട്, അത് ഷീറ്റ് മാറിയിടും, അതൊക്കെ ചെയ്യണ്ടേ? അവന് ശമ്പളം കിട്ടുന്ന പൈസ വയ്ക്കില്ല. അതുകൊണ്ട് എന്നെ എടുക്കാം. നീ പിന്നെ വീട്ടിൽ കൊടുക്കണം. വീട്ടിൽ കൊടുക്കാൻ നമ്മൾ ഇവിടെ തികയുന്നില്ല. അല്ലെങ്കിൽ അമ്മ തന്നെ ചെയ്ത് നോക്കാം. അന്നേരം അല്ലെ ഒരു അമ്മയുടെ പെൻഷൻ കിട്ടുന്നത്. എൻ്റെ പെൻഷൻ്റെ പൈസ തന്നാൽ നോക്കും. എനിക്ക് മരുന്നൊക്കെ മേടിക്കണ്ടേ? നിങ്ങളുടെ കാര്യം ഞാൻ 5 പൈസ പോലും ചോദിക്കുന്നില്ലല്ലോ. പണം വെച്ച് വെച്ചിട്ട് ഒന്നുമില്ല വയ്ക്കാനായിട്ട്. ആരും ഇപ്പം പെൺപിള്ളേർ കൊടുക്കാൻ പറ്റില്ല, കൊടുക്കാതിരിക്കാൻ പറ്റില്ല. നമ്മളെല്ലാ വർഷവും കൊടുക്കുന്നതല്ലേ. അവർക്ക് സർക്കാർ ജോലിയുണ്ട്, അവരവരുടെ കാര്യം നോക്കി ജീവിക്കില്ല. നമ്മൾ കൊടുത്തില്ല അവരുടെ കാര്യങ്ങൾ. എന്ന് പറഞ്ഞാലും നമുക്കിവിടെ മുതലൊക്കെ ഉണ്ടല്ലോ. അവർ ഈ ഒരു വർഷത്തെ ഒരു പ്രാവശ്യം അല്ലേ 10 പൈസ ചോദിക്കുന്നുള്ളൂ. നമ്മൾ ഇടയ്ക്കൊന്നും കൊടുക്കുന്നില്ലല്ലോ. അമ്മ അമ്മയുടെ മകളോട് പറഞ്ഞു. എത്ര നേരം വിചാരിച്ചു അമ്മ വിളിക്കുമെന്ന് വിചാരിച്ചു. ഞാൻ നിങ്ങൾക്ക് പൈസ തരുന്ന കാര്യത്തെപ്പറ്റി ഞാൻ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു ഇവിടെ ബിന്ദുവിനോട്. ഞാൻ ചെറുക്കനോട് പറഞ്ഞു പൈസ കൊടുക്കണം, പെൺപിള്ളേർക്ക് പൈസ കൊടുക്കണമെന്നൊക്കെ. അപ്പോൾ അവൾ ഫോൺ വിളിച്ച് ചോദിച്ചപ്പം അവിടെ പൈസ ഇരിക്കൊണ്ട് കൊടുത്തോളാം എന്നോട് പറഞ്ഞു. ഇനി അവൾക്കത് കെറുവാകുമോ? ഇനി അവൾ അറിഞ്ഞിട്ടാ? ഇല്ല, അവൾ വരുമല്ലോ, അവൾക്കും കൊടുക്കണം. ഇപ്പം നിനക്ക് തന്നത് കൊണ്ടുപോക്കോ, നീ കൊണ്ടുപോക്കോ. അവൾ വരുമ്പോൾ അവൾക്കും ഞാൻ കൊടുത്തോളാം. എനിക്ക് ഇതുകൊണ്ട് തികയുമെന്ന് അറിയത്തില്ല. തരാ, ഞാൻ വിളിച്ചതിൻ്റെ കാര്യം ഇങ്ങനെ കുടുംബത്തിൽ ഇതിൻ്റെ പൈസ കിട്ടി, അതെടുത്ത് തരാമെന്നോട്ടോ ഞാൻ വിളിച്ചത്. ഇനിയിപ്പോൾ ഞായറാഴ്ച അല്ല, നാളെ അല്ലേ സ്കൂൾ തുറക്കും. നിനക്ക് കുറച്ച് സമ്പാദിച്ച് വെക്കാൻ പറയുന്നത്. കൊച്ചുങ്ങൾക്ക് സ്കൂൾ തുറക്കുന്ന കാര്യം അറിയാൻ പറ്റേ? ഇത് മാത്രം നോക്കി ഇരുന്നാൽ മതിയോ? എല്ലാ പ്രാവശ്യം അമ്മ തരുന്നതല്ലേ, അതുകൊണ്ടല്ലേ വിചാരിച്ചിരുന്നു. എൻ്റെ കൊച്ചു പറഞ്ഞു വീട്ടിൽ ഇരിക്കുന്ന പൈസ വെച്ച് തന്നേക്കാൻ പറഞ്ഞു. ചേച്ചി ഒത്തിരി നേരെ വന്നിട്ട്? ഞാൻ കുറച്ച് നേരമായി വന്നിട്ട്. അമ്മ കാപ്പിയൊക്കെ തന്നു. ഞാൻ കുടുംബശ്രീക്ക് പോയപ്പോൾ കാപ്പിയൊക്കെ തന്നു. നീ അവിടെ കുമ്പളൊക്കെ കൊടുത്തായിരുന്നു. എത്ര രൂപയുണ്ട്? അത് 10,000 രൂപ ഉള്ളു. 10,000 രൂപയേ ഉള്ളൂ കേട്ടോ. തികയത്തില്ല. അത് എവിടെ നിന്നാലും ഒപ്പിക്കും. കൂടുതൽ കാര്യങ്ങളൊക്കെ നടക്കണ്ടേ? പിള്ളേർക്ക് എവിടെയും പിള്ളേരില്ല. അപ്പൊ കഴിഞ്ഞ വർഷം ഇതിനും കൂടുതൽ തരുന്നതല്ല. കഴിഞ്ഞ വർഷം പൈസ ഉണ്ടാകും, ഈ പ്രാവശ്യം കുറവാണ്. ഈ കൊച്ചു 10 ചോദിച്ച് പൈസ ഒത്തിരി ഇടയ്ക്ക് തരാൻ കുറച്ച് പൈസ അവിടെ എങ്ങനെയും ഒപ്പിച്ച് എങ്ങനെയും ഒപ്പിച്ച് തരാം. ഇതേ ഉള്ളു. എന്നാൽ ഞാൻ പോട്ടെ, ചെന്നിട്ട് പിള്ളേരെ കൊണ്ട് പോകണം സാധനം മേടിക്കാൻ. നിൽക്കാമെങ്കിൽ ഞാൻ ഈ കുഴക്കാനും കൂടെ പറിച്ചു തരാം. വേണ്ട വേണ്ട, ഇനി പിള്ളേരെ വിളിച്ചോണ്ട് ഞാൻ പോകാൻ പോകുന്നത്. സാധനം മേടിക്കണ്ടായിരുന്നു. എന്നാ ശരി. ഞായറാഴ്ച ബസ്സും കുറവായിരിക്കും. പോവാമ്മേ. വന്ന വഴി ഇപ്പോഴാണോ വന്നത്? ഞാൻ വരുന്ന വഴിയാ. അമ്മ വിളിച്ചായിരുന്നു ഞാൻ കുറച്ച് നേരം. എന്നിട്ട് ഫോൺ എടുക്കാൻ ഞാൻ ഫോണങ്ങ് മാറിയിരിക്കുകയായിരുന്നു. ഞാൻ കേട്ടില്ല. ആണോ? ചേച്ചി വന്നിട്ട് പോയോ? എന്നെ വിളിച്ചായിരുന്നു. ചേച്ചി വന്നിട്ടും കൂടി പോയതേ ഉള്ളൂ ഒന്നും പറഞ്ഞ്. നിങ്ങൾക്ക് ഒന്ന് ഇച്ചിരി നേരത്തെ വരുമായിരുന്നു അവളെ കാണരുത്. എനിക്ക് ബസ് കിട്ടിയില്ല, താമസിച്ചാ ഞാൻ പോകുന്നത് ഇറങ്ങിയപ്പോഴത്തേന്. പിന്നെ പിള്ളേരെ കൂടി ഇച്ചിരി കാപ്പി കൊടുത്തേ. അമ്മ പിന്നെ ഞാൻ വന്നതേ 10ാം ക്ലാസ് പാസ്സായി. ഞാൻ കാര്യം പറയട്ടെ, എന്നിട്ട് കുടിച്ചോളാം. കാപ്പി കുടിക്കാം, എന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാമല്ലോ. 10ാം ക്ലാസ് പാസ്സായി എൻ്റെ കൊച്ച്. അപ്പോൾ എല്ലാ വർഷവും അമ്മ എനിക്ക് കുറച്ച് രൂപയൊക്കെ തരുന്ന ബാഗും പുസ്തകമൊക്കെ മേടിക്കാനായിട്ട്. ഈ പ്രാവശ്യം ചേച്ചിക്ക് കൊടുത്തില്ലേ? ചേച്ചിക്ക് 10,000 രൂപ കൊടുത്ത് വിട്ടു. ചേച്ചിക്ക് 10,000 കൊടുത്താൽ എനിക്ക് ഇച്ചിരി കൂടുതൽ തരാം. എന്താണെന്ന് വെച്ചാൽ 10,000 രൂപ കരുതി വെച്ചിട്ടുള്ളൂ. അപ്പോൾ 10,000 തരാം. കൊച്ചിന് നല്ല മാർക്കൊക്കെ ഉണ്ടോ? മാർക്കൊക്കെ ഉണ്ട്, അത് നല്ല പഠിക്കുന്ന വെച്ചാൽ. പിന്നെ ഇത് മുഴുവൻ അമ്മ ഈ ആങ്ങളയുടെ പിള്ളേർക്ക് വേണ്ടി കരുതി വെച്ചേക്കുവാണോ? ഞങ്ങൾക്കൊന്നും തരണ്ടേ? അവനല്ലേ പിന്നെ എന്നെ നോക്കുന്നത്. ഒന്നും കൊണ്ട് നോക്കുന്നൊന്നും കൊണ്ട് ഞങ്ങൾ ഒരു സമയത്ത് നോക്കേണ്ട ആവശ്യം വന്നാൽ ഞങ്ങളും വരുമല്ലോ. അതിനല്ലേ നിങ്ങൾക്ക് ഇപ്പം 10 എല്ലാ വർഷവും തരുന്നത്. തരണം, ബസ് വന്നാൽ പറ്റത്തില്ല. എനിക്ക് തരാം. ഇപ്പോൾ ഉള്ളതൊക്കെ കൊണ്ടുപോകും. അത് എപ്പോഴാണ് വരുന്നത്? ഇപ്പോൾ ഉണ്ടാവും. അത് ഇപ്പം ഇല്ല, കുറച്ച് കഴിയുമോ. ഇത് എന്നാൽ ഇപ്പം ഈ 10 രൂപ ആദ്യം പറഞ്ഞ പോലെ എല്ലാം ചെയ്യുള്ളൂ. നമ്മളല്ലേ ഇവിടുത്തെ കാര്യമൊക്കെ നോക്കുന്നത്. ഞാനിവിടെ ചുമ്മാ ഇരിക്കുമല്ലേ ഉള്ളൂ. അമ്മയുടെ ഇഷ്ടത്തിനല്ലെന്ന് തോന്നുന്നു. നേരത്തെ നാത്തിനോട് പറഞ്ഞു വെച്ചിട്ടാന്ന് തോന്നുന്നു ഇത്രയും കൊടുത്താൽ മതിയെന്ന്. അവൾ എന്നോട് പറഞ്ഞു അത്രേ ഉള്ളെന്നാ. ചെറുക്കനും പറഞ്ഞു അത്രയും കൊടുക്കും, ഇപ്പം പിന്നെ കൊടുക്കാവുന്ന. ചെറുക്കൻ വരുമ്പോൾ പറഞ്ഞേക്കണം. പെങ്ങൾ വന്നിട്ടുണ്ടായിരുന്നു, ഇവിടെ തരണമെന്ന് പറഞ്ഞു. കൊടുത്തിട്ട് നോക്കിയിരുന്നു. നീ പയറായിട്ട് കുറച്ചുകൊണ്ട് പോക്കോട്ടെ. ഞാൻ ഇന്ന് വൈകിട്ട് പച്ചക്കറി ഒന്നും ഇല്ലമ്മേ നമുക്കിവിടെ. ആ മീൻകറി മാത്രമേ ഉള്ളൂ. ഞങ്ങളെല്ലാം ചോദിച്ചാൽ ഈ നാത്തുവിന്റെ കളി ഇതാ. അതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങനെ വരുമൊന്നുമില്ല. നാത്തൂനല്ലേ എത്ര ആയാലും. അത് ശരിയാ. ഞാൻ പയറ് കുറച്ചോണ്ടേ പോകുള്ളൂ. അന്നാ ഇനി കൊണ്ടുപോകാം, നമുക്ക് ചമ്മന്തി കഴിക്കാം. ഒരു ദിവസത്തെ ചമ്മന്തി ആയിരിക്കും. രാവിലെ അമ്മ ഫോൺ വിളിക്കണം കേട്ടോ. വിളിക്കാം. കാപ്പി കുടിച്ചിട്ട് വണ്ടി പോകുന്നതിന് മുമ്പേ പോകും. നേരം സന്ധ്യ പോയി. ഞായറാഴ്ചയാ. ദൈവമേ, സമയം ഇത്ര ആയി. 10 മണിയോളം ആകാൻ പോകുന്നു. ഇതുവരെ ആയിട്ട് ഇവിടെ പിള്ളേർക്കൊന്നും മിറ്റടിക്കാറായിട്ടില്ല. ഇനിയും ഞങ്ങളൊക്കെ വന്ന കാലത്താണെങ്കിൽ
നേരത്തെ മിറ്റം അടിച്ചില്ലെങ്കിൽ അതിനും കിടക്കപ്പുറതി ഇല്ലായിരുന്നു. ഇപ്പം എന്തേ ആർക്കും മിറ്റവും അടിക്കണ്ട, വേണ്ട. ഇതെന്താ ഈ മിറ്റം അടിക്കാത്തത്? 10 മണിയായാലും ഞാൻ മിറ്റം അടിക്കോളാം. ഇപ്പോഴത്തെ പിള്ളേരെയൊക്കെ, പണ്ടത്തെ പിള്ളേരെയൊക്കെ 10 മണിക്കാണ് വിട്ടുകൊണ്ടിരുന്നത്. ഇപ്പോഴത്തെ പിള്ളേരെ 6:30 ആകുമ്പോൾ സ്കൂളിൽ 2 പിള്ളേരെ ഒരുക്കി വരും. അതിനുള്ള സമയമൊന്നും എനിക്ക് കിട്ടത്തില്ല. അതുകൊണ്ട് 10 മണിയായാലും ഞാൻ അടച്ചോളാം. അപ്പം എല്ലാ വീട്ടിലെയും രാവിലത്തെ അനുഭവം ഇങ്ങനെയൊക്കെ ആയിരിക്കുമല്ലോ. സ്കൂൾ തുറക്കലാകുമ്പോൾ പിള്ളേരെ വീഴും, വീട്ടിലെ പണി എല്ലാം കൂടെ ബുദ്ധിമുട്ടായിരിക്കും. ഇതെല്ലാം ഞങ്ങളുടെ സങ്കല്പത്തിൽ വരുന്ന പരിപാടികളാണ് അല്ലേ, അല്ലാതെ ആരെ അനുകരിച്ചുകൊണ്ടുള്ള പരിപാടികളല്ല. ആർക്കെങ്കിലും അവരെ അനുകരിക്കുന്നതായിട്ട് തോന്നുവാണെങ്കിൽ ക്ഷമിക്കുക. ഞങ്ങളുടെ ഇന്നത്തെ വീഡിയോ ഇവിടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം. അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം. എല്ലാവരും കാണുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, കമൻറ്റ് ചെയ്യുക.